പ്രിയപ്പെട്ടവരെ, മുമ്പ് എൻ്റെ പേജിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പന്തളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചെറിയ ചില കാഴ്ചപ്പാടുകൾ നിവേദനമായി സമർപ്പിക്കുമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് പന്തളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി വികസന വിഷയത്തിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പന്തളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചെറിയ കുറച്ച് കാഴ്ചപ്പാടുകൾ ഞാൻ രേഖപ്പെടുത്തി ഒരു നിവേദനമായി MLAക്ക് സമർപ്പിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രദേശത്ത് 2 തവണ MLA വന്നിട്ടും എനിക്ക് ആ നിവേദനം അദ്ദേഹത്തിന് നേരിട്ട് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒരു തവണ ഞാൻ പോയി ഏകദേശം 1 മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് വന്നതിന് ശേഷമാണ് MLA ആ പരിപാടിയിൽ പങ്കെടുത്തത്. MLA ആ പരിപാടിക്ക് വരാൻ ലേറ്റായത് കാരണം എനിക്ക് ഈ നിവേദനം അദ്ദേഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് എൻ്റെ പ്രദേശത്ത് വരികയുണ്ടായി. എന്നാൽ വലിയ മഴ കാരണം എനിക്ക് സമയത്തിന് ആ പരിപാടിയിൽ എത്താൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ അവിടെ പോയപ്പോഴേക്കും ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് MLA തിരികെ പോയിരുന്നു. ആ സമയത്തും എനിക്ക് ആ നിവേദനം അദ്ദേഹത്തിന് നേരിട്ട് കൈമാറാൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് ഞാൻ ഈ നിവേദനം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിൽ നേരിട്ടല്ലെങ്കിൽ പോലും എൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് അടൂരുള്ള അടൂരിൻ്റെ MLA അഡ്വക്കേറ്റ് ശാന്തകുമാറിൻ്റെ ഓഫീസിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് സെക്രട്ടറിക്ക് മുമ്പാകെ MLAയുടെ മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസ് സെക്രട്ടറിയെ എൻ്റെ നിവേദനം ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ആ നിവേദനത്തിൽ എൻ്റെ കുറച്ച് കാഴ്ചകൾ ഏകദേശം 20-നടുപ്പിച്ച് കാര്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പന്തളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ പന്തളത്ത് ആ 20ഓളം കാര്യങ്ങൾ മാത്രമല്ല വേണ്ടത്, അതിലുപരി ഒരുപാട് കാര്യങ്ങൾ പന്തളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ചർച്ചകളിൽ ഓരോരുത്തരും പങ്കുവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു നിവേദനമായിട്ടത് നമുക്ക് MLAക്ക് മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു നിവേദനത്തിൽ ഞാൻ MLAക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇനിയും വരുന്ന വീഡിയോകളിലൂടെ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതിൽ രേഖപ്പെടുത്തണം. നമ്മളുടെ പന്തളത്ത് കൃത്യമായിട്ടുള്ള വികസനങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊരു സംഗതിക്കും ഇടപെടലുകൾ ആവശ്യമാണ്. നമ്മൾ വികസനമില്ല എന്ന് പറയുന്നതല്ലാതെ വികസനം കൊണ്ടുവരാൻ വേണ്ടി ആർക്കാണോ സാധിക്കുന്നത് അവരുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് നമ്മളുടെ പ്രദേശത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ഈ വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ
നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അതിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു.